വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹൈറോപ്രാക്ടിക് ചികിത്സയാണ് ഇവിടെ ചെയ്യാൻ പോണത്. ഇപ്പൊ നമുക്ക് സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, കൈ ഒരു വശം പൊന്താതിരിക്കുക, അതുപോലെ തന്നെ നട്ടല് ബൾജ് ചെയ്യുക, അതായത് ഈ എല്ലുകളെല്ലാം തന്നെ ബൾജ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പിടിച്ചിടേണ്ടത് നോക്കാം. സർവിക്കലിലെ പ്രോബ്ലം എങ്ങനെയാണ് നമുക്ക് ശരിയാക്കുന്നത് നോക്കാം. അപ്പൊ അതിനെ ഇയർ ബാലൻസ് കംപ്ലൈന്റ്. ഇപ്പൊ നമുക്ക് ഇയർ ബാലൻസ് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെവിടി ഭാഗത്തൊരു ഞരമ്പുണ്ട്, അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറുന്നതാണ്. അതുപോലെ സർവിക്കലിന്റെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ആര് വന്നാലും ഇതൊന്നും പെട്ടെന്ന് ചെയ്യാതിരിക്കുക. മൊത്തമായി ആ ബോഡി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെല്ലാം പിടിച്ചിടാൻ പാടുള്ളൂ. കാരണം എല്ലുകൾ ലഭിക്കുന്ന അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതൊരു മോശം അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇത് ആയതിന്റെ ബോഡികളൊന്നും ഹെൽത്തി ആണെന്ന് നോക്കുക. അതിന് പിടിച്ചിട്ടേക്കുമ്പോ ആ ശരീരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആയുർ പ്രകാശ് വൈദ്യശാലയിൽ ഇതിന്റെ ഒരു നല്ല ചികിത്സ തന്നെ ഉണ്ട്. പെട്ടെന്ന് വരുമ്പോ തന്നെ ഒന്നും ആരെയും പിടിച്ചൊന്നുമില്ല. കാരണം ആ ബോഡിയില എങ്ങനെയാണ് അത് എവിടെയാണ് ബൾജ് ചെയ്തിരിക്കുന്നത് ആ ഭാഗങ്ങൾ അത് ക്ലിയർ ആക്കി നിങ്ങൾക്ക് തരും. അപ്പൊ ആരും തന്നെ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചൊന്നും പോകാതിരിക്കുക, എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. വരുമ്പോ നിങ്ങൾക്ക് എക്സ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൊണ്ടുവരണം. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇരിക്കാം. അപ്പൊ നമുക്ക് ഈ കയ്യിലുണ്ടാവുന്ന, അതായത് ഞരമ്പുകൾ ചുരുങ്ങുന്ന, നാടികൾ ചുരുങ്ങുന്ന അസുഖമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ സ്റ്റെക്കായിരിക്കുന്ന അവസ്ഥ, ഞരമ്പൊക്കെ ഇങ്ങനെ സ്റ്റെക്കായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മള് പ്രത്യേകമായി ചെയ്യണമെന്നുള്ള ആരും തന്നെ ഇത് വീട്ടിൽ പോയി ചെയ്യാൻ വേണ്ടിയിട്ടല്ല കാണിക്കുന്നത്. ഇവിടെ അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്, ആ ഭാഗമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് എങ്ങനെ വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കും. വേദന ഉണ്ടോ? അപ്പൊ ഇത് വേദനയില്ല. അപ്പൊ എന്നാലും നമുക്ക് റഫായിട്ട് ശരിയാക്കാം. ഇതിനെ പിടിച്ചിട്ട് ഇതാണ് എന്റെ പൊസിഷൻ. രണ്ടാമത് നമുക്ക് ഇവിടെ ടെന്നീസ് എൽബോ, അതായത് ഈ ഞരമ്പുകൾ പൊട്ടുന്ന സൂക്ഷ്മ ഞരമ്പുകൾ സ്ക്രാച്ച് വരുന്ന അസുഖം. ഒരിക്കലും തന്നെ നിങ്ങൾ തൈലങ്ങളിട്ട് തിരുമുകയോ അമൃത്തിയൊന്നും തിരുമുകയോ ചെയ്ത് അത് ഇരട്ടിയാവും. അപ്പൊ അത് നമുക്ക് അവിടെ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ല് ഒരുപാട് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ എല്ലുകൾ ഇവിടെ നിന്ന് ഒരു ക്ഷതം, ഒരു കുരുക്കം പോലെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് ഇതിൽ നോക്കിയതിനു ശേഷം പതുക്കെ ഇവിടുത്തെ ഈ ബോൺ ഒന്ന് പതുക്കെ പിടിക്കുക, പ്രസ് ചെയ്യുക. ഇത്ര ഉള്ളൂ. ഇതൊന്നും കാണിക്കാം. അതുകൊണ്ട് തന്നെ ഈ കൈയും നമ്മൾ അതുപോലെ തന്നെയാണ് ആദ്യം കാണിച്ച പോലെ തന്നെ ചെയ്യാം, വീണ്ടും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള വിരലുകളുടെ ചിലപ്പോൾ പിടിച്ചുവിടാം. ഇനി കൈ വർഷങ്ങളോളം കൈ പൊന്താതിരിക്കുക. ഇത്രയാണ് ഇരിക്കുന്നത് ബാക്കിലോട്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തലനീരൊക്കെ ഇറങ്ങിയിട്ടെന്ന് വെച്ചാൽ ഈ സർവിക്കലിൽ നിന്ന് ഇവിടെ നമുക്ക് നീര് വന്ന് കിടക്കും. അപ്പൊ നമുക്ക് ഈ ഞരമ്പിൽ നീര് വന്നിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ഇതിങ്ങനെ ഇവിടെ തൊട്ടുണ്ടെങ്കിൽ ആ വേദന അറിയാൻ പറ്റും. അപ്പൊ അവിടെ നല്ല വേദന ഉണ്ടാവും. ഈ രണ്ട് വശത്തും ഉണ്ടാവണമെന്നില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വേദന ഉണ്ടെങ്കിൽ കയ്യിൽ പതുക്കെ ഇങ്ങനെ പൊക്കി വെക്കാം. അപ്പൊ സാധാരണ ചില ആൾക്കാരുടെ കൈ ഇത്രയും വരുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം അതൊന്ന് വഴക്കിയെടുക്കണം. വഴക്കിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? ഈ കൈ ഒന്നിങ്ങനെ വെക്കാം. പതുക്കെ ഇങ്ങനെ ആക്കാം. എന്നിട്ട് വശങ്ങളില്ലാത്തവരൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം കാണിക്കണം. അതിന്റെ രീതി മുറകളെ കുറിച്ച് കാണിക്കണം. പതുക്കെ ഇങ്ങനെ ഒറ്റ പോകും. അതുപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കൈ കൊടുത്തതിന് ശേഷം പതുക്കെ ഇങ്ങനെ നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഈ ഭാഗത്തെ ഞരമ്പ് ഇവിടെ വന്ന് നീരൊക്കെ വന്നിട്ട് ഒരു സ്റ്റക്കായി കിടക്കാൻ വേണ്ടി ഉണ്ടാവും. അപ്പൊ പതുക്കെ തന്നെ ഒരു ആംഗിൾ, ഒരിക്കലും നിങ്ങൾ പെട്ടെന്ന് ആരെയും തന്നെ തല പിടിച്ച് തിരിക്കുകയാണോ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതികളുണ്ട്. ആ ആംഗിളിൽ പതുക്കുന്ന ആളെ റിലാക്സ് ചെയ്ത് ഇത്രയുള്ളൂ. അതുപോലെ ഇപ്പുറത്തും പതുക്കെ ആംഗിളില്. ഇത് പല മെത്തേഡുകളുണ്ട്. സിമ്പിൾ മെത്തേഡുകളാണ് കാണിക്കണം. ഇത്രയുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം എല്ലുകള് ബൾജിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നട്ടലിന്റെ ഭാഗത്ത് കമന്ന് ഈ കമന്ന് കിടന്നതിന് ശേഷം ശരിക്കും എല്ലുകളായി തന്നെ ഈ ബോണൊക്കെ ബൾജിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് നോക്കാം. ഇതിന്റെ കശേരുകള് കറക്റ്റ് ആണെന്ന് നിങ്ങൾ നോക്കാം. അപ്പൊ ഈ ബൾജിങ്ങിന്റെ ഭാഗത്ത് ചെറുതായിട്ടുള്ളൊരു വീർമത ഉണ്ടാവും. അപ്പൊ ശ്വാസം പിടിച്ചിട്ട് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ശ്വാസം വിടാം കേട്ടോ. ഓക്കെ അല്ലേ? ആ ശ്വാസം വിട്ടേ, ശ്വാസം പിടിച്ചേ, ആ വിട്ടേ.
ഇങ്ങനെ ബൾജിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വശത്തെ എയർ, അതായത് കെട്ടിക്കിടക്കുന്ന വായു വിഘടിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബൾജിങ് ഉള്ള ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് തൊട്ട് നോക്കാം. എന്നിട്ട് ആ എല്ല് ഇങ്ങനെയാണ് ആ പ്രസ് ചെയ്തിട്ട് എവിടെയാണ് ബൾജ് ചെയ്തിരിക്കുന്നത് അത് പതുക്കെ ഇങ്ങനെ ഇനി ഈ ഞരമ്പ് ഇവിടെ നിന്ന് വരുന്ന സുഷ്മന വന്നിട്ട് ഇവിടെ വന്ന് അവസാനിക്കും. ഈ ഹിപ്പിന്റെ ഇടയിൽ ഇവിടെ നിന്ന് വരുന്ന 2 ഞരമ്പുകളുണ്ട്. അത് ഹിപ്പിന്റെ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കാല് മരവിക്കുന്ന വേദനകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഹിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് നമ്മൾ തൊങ്ങിയൊക്കെ നടക്കേണ്ടി വരും. അതൊക്കെ വേദനയോടുകൂടി കടപ്പോടുകൂടിയൊക്കെ ആൾക്കാർ പറയും ചിലപ്പോൾ കാല് തരിക്കണത് അല്ലെങ്കിൽ പുകച്ചിലെന്നൊക്കെ പറയും. അപ്പൊ ഈ ഹിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരും പിന്നെ ഷുഗർ രോഗം അമിതമായിട്ടുണ്ടെങ്കിൽ വരും കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഇടുന്നത് നോക്കാം. ഹിപ്പിൽ ഇടുമ്പോ ഈ കാല് ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കുക, റിലാക്സ് ആയിട്ട് തുറന്നിട്ടാം. കണ്ട ഇങ്ങനെ ഒരു വലി. അതുപോലെ തന്നെ ഇപ്പുറം കറക്റ്റായിട്ട് നിർത്താം. എല്ലാ വർഷവും ശ്രദ്ധിക്കണം. ഇങ്ങനെ. അതുപോലെ തന്നെ ഈ ഉപ്പൂറ്റിയുടെ ഭാഗം ഇവിടുത്തെ ഷോക്ക് ഓബ്സർവ് ചിലപ്പോ അകന്ന് കിടന്നുണ്ടാവും. അപ്പൊ ആ ഷോക്ക് ഓബ്സർവ് നമുക്ക് എന്ത് ചെയ്യണം, അടുപ്പിക്കണം. ചില ആൾക്കാർക്ക് ഇത് അകന്ന് കിടന്നുണ്ടെങ്കിൽ ഇവിടെ ഉപ്പൂറ്റി വേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് കാല് തറപ്പിക്കാം. ഇതാണ് രീതി. അതുപോലെ തന്നെ ഈ ഷോക്ക് ഓബ്സർവ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇങ്ങനെ എടുക്കാം. ഇനി ഇതൊന്ന് പതുക്കൊന്ന് കാലിൽ ഇപ്പുറത്തെ മസലിലേക്കൊന്ന് വളച്ചു നോക്കാം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ കാലുണ്ടാവും. കാലം അടങ്ങി ഇങ്ങനെ ചന്ദ്രമാകുമെന്ന് ആദ്യം തന്നെ അങ്ങനെ വരില്ല. പതുക്കൊന്നും വഴങ്ങിയതിനു ശേഷമേ വരുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒന്ന് കാണിക്കാം. ഇനി നടുവിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ബൾജിങ് നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോ മുഖത്തിന്റെ ഉള്ളിലൊക്കെ നോക്കൂ. ഒരു മിനിറ്റ് കൈ നോക്കി. ചെസ്റ്റിന്റെ അവിടെ നിന്ന് ഇതെങ്ങനെ ഇങ്ങനെ മുഖം വെക്കാം. നമുക്ക് കൈ നോക്കി വെച്ചോ. ശ്വാസം പിടിച്ചുവിടാം. അപ്പൊ ഇങ്ങനെ വരുമ്പോ കൊട്ട ആകൃതിയിൽ ഇത് നട്ടല് പിരിഞ്ഞു കിട്ടും. അപ്പൊ ഇങ്ങനെ ബ്രീതിങ് ചെയ്യാം. ബ്രീതിങ് ഈ മൊഹാടിയിലേക്ക് വെച്ചോ. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം. ബൾജിങ് ഒക്കെ കറക്റ്റായിട്ട് ഓരോ എല്ലുകളും ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം പൊന്തി നിൽക്കും അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് പോയി നിൽക്കും. അത് മനസ്സിലാക്കാം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എക്സ്റേ നോക്കണം. നോക്കിയതിനു ശേഷം ഒന്നും തന്നെ അറേഞ്ച് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം കേട്ടോ. ഏകദേശം കുഴപ്പമില്ല. ഇനി നമുക്ക് മലന്ന് കിടക്കാം. നട്ടലിലെ സാക്രം ലംബാറിന്റെ ഭാഗത്ത് നമുക്ക് നട്ടലിന് വേദന അല്ലെങ്കിൽ സാക്രത്തിന്റെ ഭാഗത്ത് സാക്രം ഒരു സൈഡിലോട്ട് നല്ല രീതിയിൽ ബൾജിങ് വരും. ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ ആടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാക്രത്തിന്റെ അവിടെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ കാലത്ത് മടക്കി ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ നിൽക്കാം. കേട്ടോ. ആദ്യം ഈ ഭാഗത്തേക്ക് ചരിഞ്ഞു വരുന്നില്ല. അപ്പൊ സാക്രം വലിയ കുഴപ്പമില്ല കേട്ടോ. ലംബാറിന്റെ ഭാഗത്തും സാക്രത്തിന്റെ ഭാഗത്തും കുഴപ്പമില്ല. ഇതും അതുപോലെ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇതും വലിയ രീതിയിലേക്ക് മലന്ന് വന്നില്ല. ഇനി അങ്ങനെ നമുക്ക് നോക്കിയതിനു ശേഷം 2 കാലും ഇതിങ്ങനെ തൊഴുത് വെക്കുന്നത് പോലെ വെക്കാം. ഓക്കെ. ഒരു കൂപ്പുകൈ ആകൃതിയിലാണ് ഇത് ചെയ്യണം. ഇത് ഫ്രണ്ടോട്ട് വെക്കാം. വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കാല് പതുക്കെ ഇങ്ങനെ, എന്നിട്ട് ഇത് പതുക്കെ ഒരു വശം താത്താം, ഈ വശവും താത്താം. അപ്പൊ നമ്മൾ ഈ 2 സൈഡിലുള്ള നെർവസുകളും പതുക്കെ വലിഞ്ഞിട്ടും
അത് കഴിഞ്ഞതിന് ശേഷം ചെസ്റ്റിന്റെ ഭാഗം, രണ്ട് ചെസ്റ്റ് ഭാഗങ്ങള് നമുക്ക് നോക്കാം. ഒരിക്കലും ഇങ്ങനെ അമർത്തരുത്. ഈ ചെസ്റ്റിന്റെ ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് വെറുതെ ഒരമർത്താം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇവിടുത്തെ കൈ ഈ സൈഡിലത്തെ നെർവസ് പിടിച്ചു കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ, ഇതാണ് ആംഗിൾ. ഈ കൈയുടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കാം. നേരെ കൈയിന്റെ അടിയിലേക്ക് കമത്തി വെക്കാം. നേരെ കഷത്തിന്റെ ഈ ഭാഗത്തുനിന്ന് കൈ ഇങ്ങനെ വിളിച്ചോ, കഷത്തിന്റെ ഈ ഭാഗത്തുനിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പുറത്തും നമുക്ക് ആംഗിൾ ചെയ്യാം. അപ്പൊ ഇത് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് വർഷങ്ങളോളമല്ല ഇത് നമുക്ക് കഴുത്ത് അങ്ങാടികളിൽ തിരിക്കാൻ പറ്റാതായിരിക്കുന്ന വേദനകൾ ഒക്കെ പോകുന്നതാണ്. പക്ഷെ ഇതൊന്നും ആരും പഠിക്കാതെ എക്സ്പീരിയൻസ് അല്ലാതെ നിങ്ങൾ ആരും തന്നെ ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കണം. പുറത്ത് നോക്കാം. അപ്പോ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കണം. പിന്നെ ഈ ഇവിടത്തെ ഈ കഴുത്തിന്റെ ഭാഗത്ത് ഞരമ്പാണ് നമ്മൾ ഇനി പിടിച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കമന്നിടക്കാം. അപ്പൊ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ, ഇത് പഠിച്ച ആൾക്കാരിൽ തന്നെ ഒരുപാട് പേർക്ക് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ആരും തന്നെ ഇങ്ങനെ വരുമ്പോ തന്നെ ഒന്ന് പിടിച്ചിടാതിരിക്കുക. ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കുക. ബോഡി ഘടനകൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇത് ധാരാളം ഒരുപാട് സ്ഥലത്തൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. നല്ല രീതിയിലേക്ക് മറ്റുള്ള ജനങ്ങൾക്ക് ഉപയോഗമാവുന്ന രീതിയിലേക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഒരു രോഗി വരും, അപ്പൊ തന്നെ കയറിയിട്ട് ഇതൊന്നും ആരും ചെയ്യാൻ പാടില്ല. ഒരു ഡോക്ടറുടെ നല്ലൊരു നിർദ്ദേശത്തോട് കൂടിയായിരിക്കണം നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഞരമ്പാണെന്നുണ്ടെങ്കിൽ വെറുതെ ഫ്രീ ആയിട്ടൊന്ന് ആട്ടാം. ഇങ്ങനെ അവർക്ക് പിടുത്തുണ്ടാന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് ഒരു പ്രസ് ചെയ്യാം. എന്റെ ബോഡി റിലാക്സ് ആണെന്ന് നമുക്ക് നോക്കണ്ടേ. ഇത്രേ ഉള്ളൂ ഒരു അമർത്തും. അതുപോലെ ഈ ഭാഗത്തും നമ്മളിങ്ങനെ കൈവച്ചു അമർത്തി വെറുതെ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ ഞരമ്പിന്റെ അവിടെ നിന്ന് പതുക്കെ ഒരു ശബ്ദം കേൾക്കും. അമർത്തി ആരും തന്നെ ചെയ്യാൻ പാടില്ല. പല സ്ഥലങ്ങളിലും അറിവില്ലായ്മ കൊണ്ട് ചെയ്തിട്ട് പല ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള രീതികളിൽ മാത്രം നിങ്ങൾ പോകാം, ചികിത്സിക്കാം. ഇത് എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് അല്ല എങ്കിൽ അതിന്റെ ദൂഷ്യവശങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അതുപോലെ ബൾജിങ്ങിൽ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടില്ല എങ്കിൽ ആ എല്ലുകളുടെ ഘടനകൾ മനസ്സിലായില്ലെങ്കിൽ നട്ടലിന്റെ ഭാഗത്തൊക്കെ കംപ്ലൈന്റും എല്ലുകൾക്ക് പൊട്ടുകൾ കൂടാൻ തന്നെ കാരണമാവും. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കാം. ഇനി എണീറ്റിരിക്കും. എണീറ്റിരുന്നതിന് ശേഷം നമ്മൾ ഇതെല്ലാം ചെയ്ത് ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഇതിലൂടെ ഞാൻ കാണിക്കുന്നില്ല. ആയുർ പ്രകാശ് വൈദ്യശാലയിലേക്ക് വരാം. നല്ല ട്രീറ്റ്മെന്റ് നല്ല ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടു കൂടി മർമ്മ വിദഗ്ധന്മാരുടെ ഒരു ചികിത്സയോട് കൂടി തന്നെയാണ് അതൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാതെ വെറുതെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കാം. ഇതിപ്പോ ഞാൻ റഫായിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചത്. പക്ഷെ ഇത് അറിയേണ്ടതും നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. എന്താണ് ശരീരത്തിന്റെ ഘടനകൾ, എന്താണ് ബൾജിങ്, എന്താണ് സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, അപ്പൊ ഇതിനെക്കുറിച്ചുള്ള എന്താണ് എല്ല് തേയ്മാനം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം. എന്താണ് ടെന്നീസ് എൽബോ. പെട്ടെന്ന് ഒരാള് ടെന്നീസ് എൽബോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എടുത്തു പെട്ടെന്ന് തിരുമയല്ലേ ചെയ്യുന്നത്. അവിടെ സ്ക്രാച്ച് ഉണ്ടാവും, സൂക്ഷ്മമായ ഞരമ്പുകൾ പൊട്ടിയിട്ടുണ്ടാവും. വെറുതെ തിരുമിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അനുയോജ്യമായ മരുന്നുകൾ വെക്കാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ചെയ്യാം. അപ്പോ ആയുർ പ്രകാശ് വൈദ്യശാലയിലേക്ക് തൃശ്ശൂരാണ്, പൊന്നൂർ കൃഷ്ണപ്രസാദിലേക്കാണ്. നല്ല ചികിത്സകൾ ലഭ്യമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഫോൺ നമ്പർ ഇടും, കാര്യങ്ങളെല്ലാം ഇടും. അപ്പോൾ അത് നിങ്ങൾ അവിടെ സമീപിക്കാം. നന്ദി, നമസ്കാരം.